കാണുന്നതിലേ പലർക്കും കുറേയൊക്കെ അറിയാം, എന്നാൽ കുറേയൊന്നും അറിയില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വ്യക്തമാക്കി തരാമെന്ന് വിചാരിച്ചു. പലരും നമ്മളുടെ ഇപ്പോൾ കണ്ണൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജന്മന ഒരു കുഴപ്പമുള്ളൊരു കുട്ടിയല്ല, ജന്മന CP ആയിട്ട് ജനിച്ച് വീണൊരു കുട്ടിയല്ല. സെറിബ്രൽ പൾസി എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞല്ല അവൻ നോർമലായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. 5 മാസം വരെ അവൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. 5 മാസത്തിൽ ബ്രെയിനിലൊരു ഇൻഫെക്ഷൻ വന്നത് മൂലമാണ് അവനിങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലരൊക്കെ സാധാരണ ഇപ്പോൾ ജന്മന അങ്ങനെ എന്തെങ്കിലും മയായ വന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് കമ്പയർ ചെയ്തും കൊണ്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ കണ്ണനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസുഖം വന്നതുകൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ അവൻ്റെ തല പോലും തല ഉറച്ചതായിരുന്നു, കമിഴ്ന്നു പോയതായിരുന്നു, നീന്തിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ ഈ ഒരു അസുഖം വന്നപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഇനിയുള്ള അവൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അവൻ്റെ തല പോലും ഉറച്ചിട്ടില്ല. തല ഉറയ്ക്കാത്തൊരു കുഞ്ഞിനെ ഞാൻ അവനെ നടത്തിക്കുന്ന വീഡിയോസുകൾ നടത്തിക്കാറുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. അവൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് നടക്കണമെന്ന്. അവൻ്റെ മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് അവൻ്റെ ശരീരം എത്തുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ തന്നെയാണല്ലോ നമ്മൾ സെറിബ്രൽ പൾസി എന്ന് പറയുന്നത്. അവരുടെ ബ്രെയിനൊന്നും മെൻ്റലി അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെ ഫിസിക്കലി ആയിരിക്കും കൂടുതൽ അവരെ ബാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബുദ്ധിപരമായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഫിസിക്കലി ആയിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തല പോലും ഉറക്കാത്ത കുഞ്ഞിനെ ഞാൻ അവനെ തോളിലിട്ടും കൊണ്ടല്ലാതെ എനിക്ക് അവനെ നടത്തിച്ചും കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല. അവനങ്ങനെ നടത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെടേണ്ട ഒന്നും കാര്യമില്ലല്ലോ. എനിക്ക് അവനെ തോളിലിട്ടേ നടക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോഴും പറയുന്നത് ഈശ്വര എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ വരെ എനിക്ക് അവനെ തോളിലിട്ടുകൊണ്ട് നടക്കാനെങ്കിലും പറ്റണേ. അവനിപ്പോൾ കുറേയും കൂടെ വലിയൊരു കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പറ്റുമോ? ഇല്ല. അതാലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ടെൻഷൻ. കാരണം നമ്മൾക്ക് നിലവിൽ എന്താണോ ഉള്ളത് ആ ഒരവസ്ഥയിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അവൻ്റെ തലയെങ്കിലും മുറച്ചിട്ടിടുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഇരുത്താനാണ് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ നടത്താനായിരിക്കും ട്രൈ ചെയ്യുക. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തല പോലും ഉറക്കാത്തൊരു കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് തോളിലിട്ട് നടക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് തോളിലിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും സഹതാപം കിട്ടും, അതുപോലെ ലോകത്തിലേറ്റവും നല്ല അമ്മയായിട്ട് അംഗീകരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു സംസാരമൊക്കെ ഞാൻ കേട്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല, ഇരുന്ന് ഭക്ഷണമൊക്കെ വായിൽ വെച്ച് കൊടുത്ത് കഴിക്കുന്ന കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ കണ്ണനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോഴേ എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു വിഷമം തോന്നി. അപ്പോൾ കണ്ണൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മളോരോ അമ്മമാരും ആഗ്രഹിക്കില്ലല്ലേ നമ്മുടെ ഇപ്പോൾ 10-11 വയസ്സായ കുഞ്ഞിനെയും തോളിലിട്ട് നടക്കാനായിട്ട് ഒരമ്മയും ആഗ്രഹിക്കില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ, അല്ലെങ്കിൽ അവർ ഫ്രീ ബേർഡായിട്ട് നടക്കാമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളോട്